ഹായ് ഫ്രണ്ട്സ്. എം ജി ശ്രീകുമാർ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ ഇവിടെ കേൾക്കാനിടയായി. 45 വർഷമായിട്ട് എം ജി ശ്രീകുമാർ ഇവിടെ ഈ ഫീൽഡിലുണ്ട്, പാട്ട് പാടുന്നുണ്ട്. പക്ഷേ വേടൻ എന്നൊരു വ്യക്തിയെ പുള്ളിക്ക് അറിയത്തില്ല, പുള്ളി അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, പുള്ളിയുടെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ സമാന ഫീൽഡിൽ വരുന്ന ആളുകളാകുമ്പോൾ ഇവർക്ക് എങ്ങനെ പോയാലും അറിയാൻ പറ്റും കാര്യം. ഇതുപോലെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് നടക്കുന്ന ആളാണ് എം ജി ശ്രീകുമാർ. എം ജി ശ്രീകുമാർ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്, പുള്ളിയുടെ ജീവിതം എന്ന് പറയുന്ന സംഗീതവും സ്റ്റേജ് പ്രോഗ്രാമും ഒക്കെയാണെന്ന്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്ക് വേടനെപ്പോലുള്ള ഒരു വ്യക്തി അറിയത്തില്ലെന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ് കാര്യം. പുള്ളി ഇതുപോലെ സ്ഥിരം സ്റ്റേജ് പ്രോഗ്രാമുകൾ, പാട്ട്, പിന്നെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ ജഡ്ജായിട്ട് പോയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കുന്ന ആളാണ് എം ജി ശ്രീകുമാർ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ആളെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ലെന്ന് പറയുന്നത് അത് വെറുതെ പറയുന്നതാണ്. അഥവാ പുള്ളിക്ക് അറിയത്തില്ലെങ്കിൽ തന്നെ പുള്ളിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, മോൺസൺ മാവുങ്കൽ. ഒരു കുറച്ചു കാലം മുമ്പുള്ള കഥയാണ്. മോൺസൺ മാവുങ്കൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം, അത് ഐഡിയ സ്റ്റാർസിൻ്റെ ഏതോ സീസണാണെന്ന് തോന്നുന്നു. അതിനകത്ത് പുള്ളി ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചെയ്തിട്ട്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മോതിരം ഒരു അപൂർവ രത്നമാണ്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് മോൺസൺ മാവുങ്കൽ എന്ന് പറയും, പുള്ളി എനിക്ക് സമ്മാനിച്ചതെന്ന് പറഞ്ഞ് ഈ മോതിരമൊക്കെ പോയി കാണിച്ച് ഭയങ്കര ഇതായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ മോൻസനെ പോലീസ് പൊക്കുകയും ഓരോ വിഷയം ഉണ്ടാവുകയൊക്കെ ചെയ്ത് ലാസ്റ്റ് പിന്നെ മനസ്സിലാകുന്നത് ഇതൊരു വെറും ഒരു ടൈൽ പീസായിരുന്നു. ഈ പുള്ളിക്കാരൻ ഇട്ടുകൊണ്ട് നടന്ന മോതിരം വെറും ഒരു ടൈൽ പീസായിരുന്നു, ഇങ്ങനെ പറ്റിക്കുമായിരുന്നുള്ള കാര്യം അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണ് എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത്. അപ്പം മോൺസൺ മാവുങ്കലിനെ കുറിച്ച് അറിയത്തില്ലാത്ത ഒരു ചുരുക്കമായിരിക്കുമല്ലോ. കുറച്ച് കാലമേ ഉള്ളായിരുന്നു പുള്ളി ഫ്രെയിമിനെങ്കിലും വളരെ പ്രശസ്തമായിരുന്നു. പുള്ളി മ്യൂസിയം വന്നു പറഞ്ഞ് പുള്ളി ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത്, ഒരു വലിയ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന കുറേ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി അവിടെ പ്രദർശിപ്പിച്ചു. എന്നിട്ട് മന്ത്രിമാരെയും പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം അവിടെ ക്ഷണിച്ച് വരുത്തി ഇതെല്ലാം കാണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കൊട്ടാരത്തിൽ ഡോണായിട്ട് വാഴുന്ന സമയത്താണ് ഇത് മുഴുവൻ പുറത്താവുന്നത്. അവിടെ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വ്യാജമായിരുന്നെന്നും കൊടുത്ത സാധനങ്ങളെല്ലാം വ്യാജമായിരുന്നെന്നും പിന്നീടാണ് ആൾക്കാർക്ക് മനസ്സിലായത്. അങ്ങനെ പുള്ളി വേറെയും കുറേ വഞ്ചന കേസ് രേഖപ്പെട്ട് അകത്തായി. അതിൻ്റെ ഇടയ്ക്ക് ഗ്രാൻഡായിട്ട് പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിപ്പെരുന്നാളും കാര്യങ്ങളും എല്ലാം ഗ്രാൻഡായിട്ട് നടന്നു. പിന്നെ ഡിപ്ലോമാറ്റിക് കാറാണെന്നും പറഞ്ഞ് കുറേ കാർ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ അകത്തായ നടപ്പും കാര്യങ്ങളൊക്കെ അതെല്ലാം പൊളിഞ്ഞ് പൊട്ടി പാളീസായി. അതാണ് മോൺസൺ മാവുങ്കലിൻ്റെ തൊട്ട് അയലോക്കാരെന്ന് അറിയോ, നമ്മുടെ ബാല. ആക്ടർ ബാലയായിരുന്നു ഈ മോൺസന്റെ അയലോക്കം. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ആക്ടർ ബാലയാണ് മോൺസന്റെ കാര്യം. മോൺസൺ ഡോക്ടർ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഇത് മുഴുവൻ ചീട്ടുകൊട്ടാരമായിരുന്നു മനസ്സിലായത്, മൊത്തം പൊളിഞ്ഞ് താഴെ വീണില്ലയോ. അപ്പം ആ പുള്ളിയും എം ജി ശ്രീകുമാറും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എം ജി ശ്രീകുമാറിനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല. പുള്ളിയുടെ ഒരുപാട് പാട്ടുകൾ, മോഹൻലാൽ അഭിനയിച്ച ഒരുപാട് പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുകയും എന്നും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ആളുകളെ പുച്ഛിച്ച് ഉള്ള രീതിയിലുള്ള പുള്ളിയുടെ പെരുമാറ്റവും സംസാരങ്ങളും പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ ഇടയായത്. മോൺസൺ മാവുങ്കലിനെ പോലുള്ള ഒരാൾ ഫ്രോഡാണെന്നോ അല്ലെ പുള്ളിയോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണമെന്നോ, പുള്ളി തരുന്ന ഈ സാധനത്തിൻ്റെ അല്ലെ കയ്യിൽ ഞാൻ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പോലും പരീക്ഷിച്ച് നോക്കി അല്ലെ കണ്ടുപിടിക്കാൻ ഒരു പ്രാപ്തിയില്ലാത്ത മനുഷ്യനായിരുന്നു എം ജി ശ്രീകുമാർ. പുള്ളിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഈ കേരള പോലീസിലെ പല എംഎമാരും അവിടെ പോയി സല്യൂട്ട് അടിക്കുകയും പുള്ളിയുടെ പുരാവസ്തു മ്യൂസിയം എന്നും പറഞ്ഞ് അവിടെ പോയി ഇരിക്കുകയും ഒക്കെ ചെയ്താൽ അത് വേറൊരു കാര്യം. പക്ഷേ ഇവന്മാരുടെ എല്ലാം പോക്ക് ഈ പൈസ ഉള്ളവരെ പൊക്കുക, അവൻ്റെ കൂട്ടത്തിൽ പോവുക, അതാണ് ഇതിൻ്റെ അകത്തെ മെയിനായിട്ടൊരു അജണ്ട. പാവപ്പെട്ടവരെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പോവുക, അവൻ്റെ കഴുത്തെ കിടക്കുന്ന പുലിപ്പല്ലാണോ, അവൻ്റെ ജാതി ഏതാ മതം ഏതാന്നൊക്കെ ചോദിച്ച് പോവുക. പൈസ ഉള്ളവർ എവിടുന്നേലും കുറച്ച് 4 കാശ് ഉണ്ടായിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് അവനെ പൊക്കിക്കൊണ്ട് പോവുക. ഇവൻ കള്ളക്കടത്തുകാരനാണോ അല്ല വേറെ എന്തെങ്കിലും ഉടായ്പ പരിപാടി കാണിച്ചുണ്ടാക്കുന്ന കാശാണോ, കള്ളപ്പണമാണോ, കുഴൽപ്പണമാണോ, ഒരു സംഭവം അറിയണ്ട. അവൻ തരുന്ന മോതിരവും മാലയെല്ലാം കഴുത്തിട്ടുകൊണ്ട് നടക്കുക, എൻ്റെ ഫ്രണ്ടാണെന്ന് പൂഴ്ത്തി പാടുക. അല്ലാതെ പാവപ്പെട്ടവനെ അറിയാമെന്ന് ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറയുക. ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. അല്ലാതെ എനിക്ക് എം ജി ശ്രീകുമാറിന് വിരോധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്.